ഹലോ ഫ്രണ്ട്സ്, വെറൈറ്റി ഹോം മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് മുടി നല്ല കരുത്തോടെയും നല്ല കറുപ്പായിട്ട് വിരിഞ്ഞ് അതുപോലെ തന്നെ മുടി നല്ല സിൽക്കി ആയിട്ട് ഇരിക്കാൻ പറ്റിയ നല്ലൊരു ഹെയർ പാക്ക് എങ്ങനെ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാമെന്ന് കണ്ടു നോക്കാം. അതിനു മുമ്പായി എൻ്റെ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് അപ്പം നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. കറിവേപ്പിലയാണ് ഞാനിവിടെ പാക്ക് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് മുടിക്ക് നല്ല കറുപ്പ് നിറം നൽകുകയും അതുപോലെ തന്നെ അകാലനര പ്രശ്നമുള്ളവർക്കുമെല്ലാം ഈ പാക്ക് ഒരുപാട് നല്ലതാണ്. ഇത് മിക്സിയിൽ നന്നായിട്ട് അരച്ച് ഒരു പേസ്റ്റ് രൂപത്തിലോട്ട് എടുക്കണം. ഇത് മിക്സിയിൽ അരയ്ക്കുന്നതിനായിട്ട് ഞാൻ ഇതിനകത്തിൽ കുറച്ച് തൈര് കൂടാണ് ഇതിനകത്തിൽ ആഡ് ചെയ്യുന്നത്. തൈര് നമുക്ക് ഒരുപാട് പ്രോട്ടീൻ കണ്ടൻറ് ഉള്ളതാണ്. അതുപോലെ ഡാൻഡ്രഫ് ഉള്ളവർക്കും ഈ തൈര് നല്ലതാണ്. നമുക്ക് മുടിക്കൊരു സോഫ്റ്റ് ആൻഡ് സിൽക്കി ആയിട്ട് കിടക്കുന്നതിന് നല്ലതാണ്. ഈ തൈര് ഇഷ്ടമില്ലാത്തവർക്ക് ഇത് സ്കിപ്പ് ചെയ്തിട്ട് ഇതിന് പകരം അലോവേറ ജെൽ വേണമെങ്കിൽ ഉപയോഗിക്കാം. അലോവേറ ജെൽ നമുക്ക് ഫ്രിസി ഹെയറിന് ഒരുപാട് നല്ലതാണ്. അലോവേറ ജെല്ലിൻ്റെ പ്രത്യേക ഒരു വീഡിയോ ഞാൻ നേരത്തെ തന്നെ ഇട്ടിട്ടുണ്ട്. നിങ്ങളത് കണ്ടിട്ടില്ലാത്തവർക്ക് അതൊന്ന് കണ്ടു നോക്കാവുന്നതാണ്. ഇത് നന്നായിട്ട് ഇനി അരച്ചെടുക്കണം. പാക്കെല്ലാം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഞാനിതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. കറിവേപ്പില കൊണ്ടുള്ള പാക്ക് ഒരുപാട് നല്ലതാണ് നമ്മുടെ മുടിക്ക്. ഇത് മുടി നല്ല കറുപ്പ് നിറമായിട്ടിരിക്കുന്നതിനും മുടി നല്ല ഹെൽത്തി ആയിട്ടിരിക്കുന്നതിനും അതുപോലെ തന്നെ അകാല നര പ്രശ്നമുള്ളവർക്കുമൊക്കെ ഈ കറിവേപ്പില കൊണ്ടുള്ള പാക്ക് ഒരുപാട് നല്ലതാണ്. ഇതിലോട്ട് ചേർത്തിരിക്കുന്ന തൈര് നമുക്ക് മുടിക്ക് നല്ല ഒരു മോയ്സ്ചറൈസിങ് നൽകുകയും മുടി നല്ല സോഫ്റ്റ് ആൻഡ് സിൽക്കി ആയിട്ടിരിക്കുകയും ചെയ്യും. മുടി അതുപോലെ തന്നെ സ്കാൽപ്പിൽ ഡ്രൈ ആയിട്ടിരിക്കുകയാണെങ്കിൽ അതൊന്ന് മോയ്സ്ചറൈസിങ് ആക്കുന്നതിനുമൊക്കെ നല്ലതാണ്. ഡാൻഡ്രഫ് പ്രശ്നമുള്ളവർക്കും ഈ തൈര് ഒരുപാട് നല്ലതാണ്. ഇതെല്ലാം നന്നായിട്ട് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഒന്നല്ലെങ്കിൽ ഒരു നാച്ചുറലായിട്ടുള്ള ഒരു ഷാമ്പു, ഒരു കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ഒരു ഷാമ്പു ഉപയോഗിച്ച് കഴുകാം. അല്ലെങ്കിൽ നാച്ചുറലായിട്ടുള്ളൊരു താളി ഉപയോഗിച്ച് കഴുകി കളയാവുന്നതാണ്. നാച്ചുറലായിട്ടുള്ള ഒരു താളിയുടെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നിങ്ങളാരും അത് അങ്ങനെ ഒരു താളിയെപ്പറ്റി ഒരുവിധം ആർക്കും അറിയത്തില്ലായിരിക്കും. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം. വേറൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ.